നമ്മളെല്ലാവരുടെ ലൈഫിലും കുറച്ച് ആളുകളുണ്ട്. നമ്മളെ ഭാഗത്തു നിന്ന് വരുന്ന ചെറിയ മിസ്റ്റേക്കുകൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കുന്ന കുറച്ച് ആളുകൾ. അതേ സ്ഥാനത്ത് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് നമ്മൾ വളരെ ഇഷ്ടത്തോടെ ചെയ്ത പല വലിയ വലിയ കാര്യങ്ങളും അവരുടെ കണ്ണിൽ പോലും പെട്ടിട്ടുണ്ടാവില്ല. മെജോറിറ്റി ആളുകളും ലൈഫിൽ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്ന ആളുകളുടെ വാക്കിന് ഒരു വില പോലും കൊടുക്കാതിരിക്കുക. അവരിങ്ങനെ കാലാകാലം പറഞ്ഞുകൊണ്ട് നിൽക്കും. കാരണം അവരുടെ ക്യാരക്ടർ ഒരിക്കലും ഇനി മാറാൻ പോകുന്നില്ല. അവർ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും മറ്റുള്ളവരുടെ സമാധാനം ഇല്ലാണ്ടാക്കുക, മറ്റുള്ളവരുടെ സന്തോഷം ഇല്ലാണ്ടാക്കുക എന്നൊരൊറ്റ കാര്യത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരാളെ വേദനിപ്പിക്കാത്ത രീതിയിൽ ചെയ്തു കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. നമ്മളെല്ലാവരുടെ ലൈഫിലും കുറച്ച് ആളുകളുണ്ട്. നമ്മളെ ഭാഗത്തു നിന്ന് വരുന്ന ചെറിയ മിസ്റ്റേക്കുകൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കുന്ന കുറച്ച് ആളുകൾ. അതേ സ്ഥാനത്ത് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് നമ്മൾ വളരെ ഇഷ്ടത്തോടെ ചെയ്ത പല വലിയ വലിയ കാര്യങ്ങളും അവരുടെ കണ്ണിൽ പോലും പെട്ടിട്ടുണ്ടാവില്ല. മെജോറിറ്റി ആളുകളും ലൈഫിൽ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്ന ആളുകളുടെ വാക്കിന് ഒരു വില പോലും കൊടുക്കാതിരിക്കുക. അവരിങ്ങനെ കാലാകാലം പറഞ്ഞുകൊണ്ട് നിൽക്കും. കാരണം അവരുടെ ക്യാരക്ടർ ഒരിക്കലും ഇനി മാറാൻ പോകുന്നില്ല. അവർ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും മറ്റുള്ളവരുടെ സമാധാനം ഇല്ലാണ്ടാക്കുക, മറ്റുള്ളവരുടെ സന്തോഷം ഇല്ലാണ്ടാക്കുക എന്നൊരൊറ്റ കാര്യത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരാളെ വേദനിപ്പിക്കാത്ത രീതിയിൽ ചെയ്തു കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും.